എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ സജീവ മുഖമാണ് ശങ്കുട്ടി ദാസ്. ശങ്കുട്ടി ദാസ് ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ഹെഡാണ്. ഈ ശങ്കുട്ടി ദാസിന് ഏകദേശം 2 വർഷം മുന്നേ, 1.5-2 വർഷം മുന്നേ തന്നെ ചമ്മർവട്ടം പാലത്ത് വെച്ചൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി. ആ ബൈക്ക് ആക്സിഡൻറ്റിൽ ഏകദേശം കോമാ സ്റ്റേറ്റിന് അടുത്ത് വരെ എത്തിയിരുന്നു. അതിനുശേഷമാണ് ശങ്കുട്ടി ദാസ് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. ആ സമയത്ത് ഈ പാർട്ടി ഭേദമന്യേ ശങ്കുട്ടി ദാസിനെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും, ആശയപരമായി യോജിക്കുന്നവരും വിയോജിക്കുന്നതുമായ ഒരുപാട് ആൾക്കാർ ശങ്കുട്ടി ദാസിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ആ ഒരു ബലത്തിലാണ് ശങ്കുട്ടി ദാസ് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. അതിനുശേഷമാണ് ശങ്കുട്ടി ദാസ് ഈ ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ഹെഡായി മാറുന്നതും ചാനൽ ചർച്ചയിൽ സജീവ മുഖമായി മാറുന്നതും. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ സന്ദീപ് വാര്യറും ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യറും ഈ ശങ്കുട്ടി ദാസും ഒരു വിഷയത്തിൽ തർക്കിക്കുകയുണ്ടായി. ആ വിഷയത്തിൽ ശങ്കുട്ടി ദാസ് പറഞ്ഞ പല കാര്യങ്ങൾക്കും സന്ദീപ് വാര്യർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് സന്ദീപ് വാര്യർ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും വ്യക്തമായ തെളിവുകളോടുകൂടി, ശങ്കുട്ടി ദാസ് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അപ്പോൾ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വാര്യർക്ക് മറുപടി നൽകി. ശരിക്കും ആ ചാനൽ ചർച്ചയിൽ സന്ദീപ് വാര്യർ എളിഭ്യനാവുന്ന ഒരവസ്ഥയുണ്ടായി. അതിനുശേഷം എന്താ ഉണ്ടായത്? ഈ സന്ദീപ് വാര്യർ ഈ അരിശം തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് ചാനൽ ചർച്ചയിൽ ശങ്കുട്ടി ദാസിനോട് പോരാടി തോറ്റ് തുന്നമ്പാടി എളിഭ്യനായ സന്ദീപ് വാര്യർ ഈ ശങ്കുട്ടി ദാസിനെ പേഴ്സണലായിട്ട് അപമാനിച്ചു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ശങ്കുട്ടി ദാസിനെ വളരെ ഗുരുതരമായ, വളരെ മോശമായ മ്ലേച്ഛമായ രീതിയിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് പോസ്റ്റ് ചെയ്തു സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി. അതായത് അപകടമുണ്ടായത് കുടിച്ച് കോൺ തെറ്റി, വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് ബൈക്കിൽ പോയത് കൊണ്ടാണ് അന്ന് ചമ്മർവട്ടം പാലത്തിനടുത്ത് വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നാണ് സന്ദീപ് വാര്യർ ആക്ഷേപിച്ചത്. അപ്പോൾ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കമൻറ്റ് ശ്രീജിത്ത് പണിക്കരും ഈ ശങ്കുട്ടി ദാസിനെ എതിർക്കുന്നവർ പോലും ഇതിനെതിരെ ഈ സന്ദീപ് വാര്യർക്കെതിരെ രംഗത്ത് വന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ ഈ RSSൻ്റെ ഒരു സൈദ്ധാന്തികൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആർ എസ് എസ്സുകാരൻ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ഒരാൾ ഈ അടുത്ത കാലത്ത് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്തല്ല, മുമ്പ് തന്നെ ഈ ശങ്കുട്ടി ദാസിന് അപകടം പറ്റിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഈ അടുത്ത കാലത്ത് ഈ സന്ദീപ് വാര്യർ ശങ്കുട്ടി ദാസ് വിവാദത്തിനിടയിൽ അദ്ദേഹം അത് വീണ്ടും ഷെയർ ചെയ്തിരുന്നു. അതെന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് ഈ ശങ്കുട്ടി ദാസിന് അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ ഷാബു പ്രസാദ് പുലർച്ചെ കാണാൻ പോയി. അദ്ദേഹം ഇവിടുന്ന് വരുമായിരുന്നു, കോഴിക്കോട് നിന്ന് കൊച്ചിയിലോട്ട് അങ്ങോട്ട് വരുന്ന സമയമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ശങ്കുട്ടി ദാസിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു. അപ്പോൾ സന്ദീപ് വാര്യർ ഒരു കാര്യം ഈ ശങ്കുട്ടി ദാസിൻ്റെ അടുത്ത് പറയുന്നു. അതായത് മാതൃഭൂമിയാണ് ഈ ആക്സിഡൻറ്റിന് കാരണം. അപ്പോൾ സന്ദീപ് വാര്യർ അത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ ചർച്ചയിൽ, മാതൃഭൂമിയിൽ നടന്നൊരു ചാനൽ ചർച്ചയിൽ RSSനെതിരെയും BJP ക്കെതിരെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ചെയ്ത ഒരിതിന് സന്ദീപ് വാര്യർക്കെതിരെ കേസ് എടുത്തിരുന്നു. അപ്പോൾ അതിനെതിരെ അതിനെതിരെ മാതൃഭൂമിക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഇതിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഈ ശങ്കുട്ടി ദാസ്. അപ്പോൾ അന്ന് വളരെ വൈകിയാണ് ഓഫീസിൽ നിന്നൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് സന്ദീപ് വാര്യർ പറയുന്നു, അതായത് ഈ ആക്സിഡൻറ്റിന് കാരണക്കാരൻ മാതൃഭൂമിയാണ്. അപ്പോൾ മാതൃഭൂമിക്കെതിരെ നമുക്ക് വലിയൊരു ക്യാമ്പയിൻ നടത്തേണ്ടേ ചേട്ടാ എന്ന് ഈ ഷാബു പ്രസാദിൻ്റെ അടുത്ത് സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. മരണത്തോട് മല്ലിടുകയാണ് കേട്ടോ. അതായത് നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുകയാണ്, ജീവിതത്തിലോട്ടും അല്ലെങ്കിൽ മരണത്തിലോട്ടും എന്നുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു അന്ന് ശങ്കുട്ടി ദാസ്. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരാൾ ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുമ്പോൾ ഒരാൾ കാണാൻ വരുമ്പോൾ അയാളുടെ അടുത്ത് പറയുന്ന ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതിന്ന് എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഈ ശങ്കുട്ടി ദാസിന് ഉണ്ടായ അപകടത്തിന് കാരണം ഈ ശങ്കുട്ടി ദാസിനെ അപകടപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്തത് സന്ദീപ് വാര്യർ ആണോ എന്ന് ചില സോഷ്യൽ മീഡിയ സംശയം ഉന്നയിക്കുന്നു. തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ? അതായത് ഇങ്ങനെ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരാളെ കാണാൻ ഒരാൾ വരുമ്പോൾ പറയേണ്ട വർത്തമാനമാണോ സന്ദീപ് വാര്യർ അന്ന് പറഞ്ഞത്? അപ്പോൾ ഇതിന്നെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ ഇതിന് പിന്നിൽ, ഈ അപകടത്തിന് പിന്നിൽ സന്ദീപ് വാര്യർ ആണോ എന്ന് സോഷ്യൽ മീഡിയ സംശയിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അത്രയും മനുഷ്യത്വഹീനമായ കാര്യമാണ് അന്ന് പറഞ്ഞത്. അന്ന് ഈ ഷാബു പ്രസാദ് പറഞ്ഞ വ്യക്തി ഇത്തരം പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ തെറി വിളിച്ചിരുന്നു. അതായത് ഹാർഡ് കോർ സംഘികൾ പോലും ഷാബു പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരുപാട് തെറി വിളിച്ചിരുന്നു. അതായത് ഇത് ശരിയല്ല, സന്ദീപ് വാര്യർ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന തരത്തിൽ. പിന്നീട് പാർട്ടി മാറി സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലോട്ട് പോകുമ്പോഴും ആ സമയത്ത് പോലും ഈ ഷാബു പ്രസാദ് അന്നിട്ട പോസ്റ്റുകളൊക്കെ വീണ്ടും ചർച്ചയായിരുന്നു. അപ്പോൾ ഇതേ പോസ്റ്റ്, അതായത് 2 വർഷം കഴിയുമ്പോൾ ആ പോസ്റ്റിന് വീണ്ടും പ്രസക്തിയേറുകയാണ്. അത്രയും മനുഷ്യത്വരഹിതമായ കാര്യമാണ് സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി എഴുതി വിട്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവർക്കെതിരെ, മാതൃഭൂമിക്കെതിരെ കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് ആ ഡ്രാഫ്റ്റ് ചെയ്ത് വരുന്നതിനിടയിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്.
അപ്പോൾ എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ടാണ് അന്ന് വളരെ ലേറ്റായിട്ട് അന്ന് ഓഫീസിലിരുന്നത് ഈ ശങ്കുട്ടി ദാസ്. അപ്പോൾ വെള്ളടിച്ച് കോൺതിരിഞ്ഞാണ് വന്നിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയുന്ന ലോജിക്ക് ഇത്രയും മനുഷ്യത്വരഹിതമായി ഒന്ന് ആലോചിക്കുക. ഇയാൾ മനുഷ്യനാണോ മൃഗമാണോ ഈ സന്ദീപ് വാര്യർ? അപ്പോൾ ഇതിന്നൊക്കെ എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇദ്ദേഹം മനഃപൂർവ്വം പ്ലാൻ ചെയ്തൊരു ഓപ്പറേഷനാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സന്ദീപ് വാര്യർ പല വിഷയത്തിലും ഈ സുഡാപ്പികൾക്ക് അനുകൂലമായി BJP ഉള്ള സമയത്ത് പോലും സുഡാപ്പികൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതായത് ഈ ഹലാൽ വിഷയത്തിലൊക്കെ ഇവിടെ കെ സുരേന്ദ്രൻ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഹലാൽ വിഷയത്തിലൊക്കെ BJP കുട്ടുംപിരി കൊണ്ട സോഷ്യൽ മീഡിയയിലായാലും എല്ലാ തരത്തിലും എന്താ പറയുക ഇതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്നൊരു സമയത്ത് സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടു കേട്ടോ. അതായത് സുഡാപ്പികളൊക്കെ എന്താണ് ഈ ഹലാൽ വിഷയത്തിലൊക്കെ പ്രതിരോധത്തിലായ ഒരു സമയത്ത് സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇട്ടു. ഹലാൽ എന്ന് പറയുന്നത് നല്ല ഇതാണ്, ഞാൻ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്, അങ്ങനെയാണ് അതിനെ പുകഴ്ത്തി പോസ്റ്റ് ഇട്ടു. അപ്പോൾ തന്നെ പല ആൾക്കാരും സംശയിച്ചിരുന്നു ഇദ്ദേഹം ഈ ജിഹാദികളെ ഏജൻ്റാണോ എന്ന് സംശയിച്ചിരുന്നു. അപ്പോൾ ഇത്രയും അവർ ഒരു ഡിഫൻസ് മോഡിലായിരുന്ന സമയത്ത് അവർക്കൊരു ഒഫൻസ് മോഡിലേക്ക് വരാനുള്ള ഒരു ഊർജ്ജം നൽകിയത് ആ സമയത്ത് സന്ദീപ് വാര്യരുടെ പോസ്റ്റുകളായിരുന്നു. ഈ ഒറ്റ പോസ്റ്റ് വെച്ചിട്ടായിരുന്നു ഇവർ ചർച്ചകളിലൊക്കെ BJP പ്രതിരോധിച്ചത്. അതായത് അത്ര ഡിഫൻസ് മോഡിലുണ്ട്, അവർക്ക് ഒരു ഒഫൻസ് മോഡിലേക്കുള്ള ഒരു വടി കൊടുത്തത്, അതായത് പരിവാറിനെ അടിക്കാനുള്ള വടി കൊടുത്തത് ഇതേ സന്ദീപ് വാര്യറായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ BJP ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഈ വാര്യർ ജിഹാദികളുടെ ഏജൻ്റാണ് എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇദ്ദേഹം പാർട്ടി വിട്ടതിന് ശേഷം പല സ്റ്റോറികൾ കണക്റ്റഡ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് നിരത്തി നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം നേരത്തെ തന്നെ BJPയിൽ നിൽക്കുമ്പോൾ തന്നെ ജിഹാദികളുടെ ഒരു ഏജൻ്റായിരുന്നു എന്നുള്ളൊരു കാര്യം നാട്ടുകാർക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് ഈ കോണ്ടക്സ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ഈ സന്ദീപ് വാര്യർ ശങ്കുട്ടി ദാസിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ മുമ്പ് എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ മുമ്പ് ശങ്കുട്ടി ദാസിനെ അപകടപ്പെടുത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതിൽ സന്ദീപ് വാര്യർക്ക് പങ്കുണ്ട് എന്നു തന്നെ വേണം പറയാൻ. അപ്പോൾ എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതെന്ന് ചില സോഷ്യൽ മീഡിയ ചില ഗ്രൂപ്പുകളൊക്കെ ചർച്ച നടക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ദിവസം തന്നെ ചില കമൻറ്റുകളൊക്കെ കണ്ടു, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞാൻ കണ്ടു. അടുത്ത ദിവസം തന്നെ വാര്യർക്കെതിരെയുള്ള, അതായത് ശങ്കുട്ടി ദാസിനെതിരെ ഇദ്ദേഹം പ്രവർത്തിച്ച പല കാര്യങ്ങളും പുറത്തു വരുന്നു എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നുണ്ട്. അപ്പം അതിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നമ്മളൊക്കെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.